ഹലോ മച്ചാമാരെ, നമ്മളിന്ന് പോകുന്നത് ഒരു അക്വേറിയം കാണാനാണ്. കുറച്ച് പ്രത്യേകതകളൊക്കെയുള്ള ഒരു അക്വേറിയമാണ് കേട്ടോ ഇത്. കുറേ കടൽ മത്സ്യങ്ങളും പിന്നെ കുറേ കടൽ ജീവികളും ഒക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ അക്വേറിയം. തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്തിനും കോളത്തിനും ഒക്കെ അടുത്തായിട്ടാണ് ഈ അക്വേറിയം വരുന്നത്. എന്തായാലും നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അകത്ത് കയറാം. ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 20 രൂപയാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ 10 രൂപയുള്ളൂ. 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ എൻട്രി ഫ്രീ ആണ്. ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഗ്ലാസ് ടാഗിൽ ഇങ്ങനെ മീനുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. മൊബൈൽ ക്യാമറ ഉപയോഗിച്ചതിനകത്ത് ഷൂട്ട് ചെയ്യുന്നതിന് വെറും 10 രൂപ ചാർജ് ഉള്ളൂ കേട്ടോ. നമ്മളങ്ങനെ 10 രൂപയുടെ ഒരു ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടാണ് അതിനകത്ത് കയറിയത്. മൊബൈൽ ഫോണിന് പകരം ക്യാമറ ഉപയോഗിച്ചാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ 10 രൂപയ്ക്ക് പകരം 25 രൂപ ടിക്കറ്റ് എടുക്കണം. എല്ലാ ടാങ്കുകളുടെ അടിഭാഗം അങ്ങനെ കടലിൽ നിന്ന് കിട്ടുന്ന കല്ലും കക്കയും പിന്നെ കടലിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചാട്ടോ ഫില്ല് ചെയ്തിരിക്കുന്നത്. നല്ല സൂപ്പറായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് എല്ലാ ടാങ്കുകളുടെയും താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ചാർട്ടിൽ അതിൻ്റെ പേരും അതിൻ്റെ ഫുൾ ഡീറ്റെയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അതൊക്കെ വായിച്ച് മനസ്സിലാക്കാം. ഈ ടിവിയിലും ഫോട്ടോയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള കടൽ മത്സ്യങ്ങളെയും കടൽ ജീവികളെയൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുന്നത് പലർക്കും അതൊരു പുതിയ അനുഭവം തന്നെയായിരിക്കും. ശരിക്കും നമ്മൾ ഈ ശുദ്ധജലത്തിൽ വളരുന്ന മത്സ്യങ്ങളെക്കാളും ഭയങ്കര ഭംഗിയാണ് കേട്ടോ കടൽ മത്സ്യങ്ങളെ കാണാനായിട്ട്. പക്ഷേ ഇവയെ നമുക്ക് തീറ്റി പോറ്റുക എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അക്വേറിയങ്ങളും വളരെ കുറവാണ് കേട്ടോ. ഇവിടെ വിഴിഞ്ഞത്ത് തന്നെ ഇങ്ങനെ ഒരു അക്വേറിയം ഉള്ള കാര്യം അധികം ആർക്കും അറിയത്തില്ല. ഇവിടെ കൂടുതലും വരുന്ന സ്കൂൾ കുട്ടികളാണ് കേട്ടോ. സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെ ഇവിടെ കൊണ്ടുവരാറുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ ഞാനും എൻ്റെ സ്കൂളിൽ നിന്ന് ഈ അക്വേറിയം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടെ ആയിരുന്നില്ല അക്വേറിയം. ഇവിടുന്ന് 1 കിലോമീറ്റർ മാറി മെയിൻ റോഡ് സൈഡായിരുന്നു ഈ അക്വേറിയം ഉണ്ടായിരുന്നത്. അന്ന് ഫ്രണ്ട്സും അധ്യാപകരുമായിട്ട് വന്ന് ഈ അക്വേറിയം കാണുന്നത് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്നേക്കുമായിട്ട് അക്വേറിയം ക്ലോസ് ചെയ്യുന്നു എന്ന് പറയുന്ന ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപൂർവമായിട്ടുള്ള ഈ മറൈൻ അക്വേറിയം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മളെ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന ഒരു മനുഷ്യ ചങ്ങലയൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു അക്വേറിയം സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം ഒന്നും അറിയത്തില്ലെങ്കിലും നമുക്കത് ഭയങ്കര രസമായിരുന്നു ശരിക്കും. എല്ലാ കുട്ടികളായിട്ട് വന്ന് വേറെ പല സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ നിറയെ വന്ന് റോഡിൻ്റെ ഇരുഭാഗത്തോട്ട് കൈകളൊക്കെ കോർത്ത് നിന്ന് മനുഷ്യ ചങ്ങല തീർത്തത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് കുറേ മീഡിയാസൊക്കെ വന്നതിൻ്റെ ന്യൂസും ആൾക്കാരുടെ വൈറ്റും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ നമ്മൾ സമരം ചെയ്തിട്ടൊക്കെ പോയെങ്കിലും പിന്നീട് അക്വേറിയത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി നമുക്ക് യാതൊരു ധാരണയില്ലായിരുന്നു. അങ്ങനെ അതിനുശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ അക്വേറിയം കാണാനായിട്ട് വരുന്നത്. പക്ഷേ അന്നൊരു ചെറിയ ബിൽഡിങ്ങിലാണ് ഈ അക്വേറിയം നിലനിന്നിരുന്നെങ്കിൽ ഇന്നൊരു വലിയ ബിൽഡിങ്ങിൽ അക്വേറിയം ഇതിൻ്റെ റിസർച്ച് സെൻ്ററും ഒക്കെ ആയിട്ട് വലിയൊരു സ്ഥാപനമാണ് അക്വേറിയം. അപ്പോൾ ഞാൻ അധികം സംസാരിക്കുന്നില്ല, നമുക്കിനി ബാക്കി കാഴ്ചകളൊക്കെ ചുറ്റി കണ്ടിട്ട് തിരിച്ചു വരാം.
അക്വറിനകത്തുള്ള കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പുറത്തോട്ടിറങ്ങി പുറത്തെ കാഴ്ചയിലൂടെ കാണാം. അകത്ത് ഗ്ലാസ് ടാങ്കിലായിരുന്നെങ്കിൽ പുറത്ത് ഇതിലുള്ള സിമ്മൺ ടാങ്കിലും അല്ലാത്ത ഓപ്പൺ ടാങ്കുകളിലൊക്കെയാണ് മീനുകളെ സെറ്റ് ചെയ്തേക്കുന്നത്. മീനുകൾ മാത്രമല്ല കേട്ടോ, ഇവിടെ കൂടുതലുള്ള കടൽ ജീവികളും പിന്നെ കുറേ കടലാമകളുമാണ്. ഈ അസുഖം ബാധിക്കുന്ന മീനുകളെയും പിന്നെ കടലിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടുന്ന മീനുകളൊക്കെ ഈ ഭാഗത്തായിട്ടുണ്ട് സെറ്റ് ചെയ്തിരുന്നത് ആദ്യം. ഇതിനു വേണ്ടി കുറേ വലിയ ടാങ്കുകളും അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തോട്ടൊന്നും നമുക്ക് പ്രവേശനമില്ല, അതുകൊണ്ട് എല്ലാം പുറത്തുനിന്നുള്ള വീഡിയോകളാണ് മാക്സിമം എടുത്തിട്ടുള്ളത്. ഇത് ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു സൂപ്പർ ഐറ്റം കേട്ടോ. ഇത്തരത്തിൽ 2 വലിയ കടലാമകൾ ഇവിടെ ഉണ്ട്. ഒരു വലിയ ടാങ്കിലായിട്ടാണ് ഈ 2 കടലാമകളും സെറ്റ് ചെയ്തേക്കുന്നത്. പലപ്പോഴും കടലാമകൾ കരയിലോട്ട് വന്നതിന് ന്യൂസിലൊക്കെ കടലാമയെ കാണാറുണ്ടെങ്കിലും ഓർമ്മയിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കടലാമയെ നേരിട്ട് കാണുന്നത്. ഈ കടലാമ ഒരു ഓപ്പൺ ടാങ്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് വളരെ തൊട്ടടുത്ത് നിന്ന് തന്നെ കടലാമയെ കാണാം. ഈ കടലാമയെ നമ്മൾ പിടിക്കുന്നതും വളർത്തുന്നതൊക്കെ ഭയങ്കര കുറ്റകരമാണ്. ഇവിടെ 2 കടലാമകളിങ്ങനെ എൻജോയ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഇത് ഈ കാണുന്നതൊക്കെ ഇതിനെപ്പറ്റിയുള്ള പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ടും മീനിനുള്ള ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് കേട്ടോ. ഇതിൻ്റെ അകത്തോട്ടൊന്നും ആർക്കും പ്രവേശനമില്ല, നമുക്കിതിൻ്റെ പുറത്ത് നിന്നൊക്കെ ചുറ്റി കാണാം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വിഴിഞ്ഞം കടലൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളിലൂടെ ഒന്ന് കാണാം. ഇത് ഇവിടെ ഇങ്ങനെ തുറമുഖത്തിൻ്റെ വർക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഈ കടലിലെ വെള്ളമാണ് കേട്ടോ പമ്പ് ചെയ്ത് അക്വേറിയത്തിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഈ അക്വേറിയത്തിൽ വന്നിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു തവണയിലും വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഒരു 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ടിക്കറ്റ് നിരക്കും വളരെ കുറവാണ്, വെറും 10 രൂപ 20 രൂപയൊക്കെ ഉള്ളൂ ടിക്കറ്റ് ചാർജ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.